ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ജെനുവിൻ അഭിപ്രായം ഉണ്ടല്ലോ, അത് കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. അത് നമ്മുടെ യൂട്യൂബ് അൽഗോരിതത്തിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു കാറെടുത്ത് ബാലി ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാണ് നമ്മൾ. അതിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ബാലി എന്നുള്ളതിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഉലുന്താനെ ഭരതൻ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. ബാലിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ്. നിങ്ങൾ ബാലിയിൽ നിന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു ഫോട്ടോ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെ അടുത്താണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻഡിൽ ആ ടെമ്പിളിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്തു. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നത്. ഇതിപ്പോൾ അതിൻ്റെ അടുത്ത ദിവസം രാവിലെയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. 6:10 ഇവിടെ സൺറൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന അത്ര വെളിച്ചം ശരിക്കും ഇവിടെ ഇല്ല. അത് ഞാൻ ക്യാമറയിൽ ലോ ലൈറ്റ് മോഡിലിട്ടിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ കാണാൻ വന്നത് ആ ഒരു ടെമ്പിളിൻ്റെ കാഴ്ചകളാണ്, പ്രത്യേകിച്ച് മോർണിംഗ് കാഴ്ചകൾ. അപ്പോൾ ഞാൻ ആ ഒരു ടെമ്പിൾ ഒരു ഒരു തടാകക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിമനോഹരമായിരിക്കും അത് രാവിലെ അല്ലെങ്കിൽ ഈ ഒരു സൺറൈസ് ടൈം കാണാമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു തടാകത്തിൽ ഞാനൊരു ബോട്ടിങ്ങിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബോട്ടിൽ പോയിക്കൊണ്ടാണ് ആ ഒരു ടെമ്പിളിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നതും ഫോട്ടോസ് എടുക്കാനും പോകുന്നത്. 5 മിനിറ്റ് കൊണ്ട് ആ ബോട്ടുകാരൻ്റെ അവിടെ നിന്ന് ഒരു സ്കൂട്ടറിൽ പിക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. വെൽക്കം ടു ഫോട്ടോ ചാനൽ. നമ്മളെ ബോട്ടുകാരൻ വന്ന്, ഹലോ, മൈ നെയിം ഈസ് ആഷിഖ്. വാട്ട്സ് യുവർ നെയിം? Jaed. Yeah. Okay. You ready? Yes, I am ready. Okay. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത്. ശരിക്കും വാക്കിംഗ് ഡിസ്റ്റൻസ് ആണ്. പക്ഷെ ഇവിടെ കുറച്ച് വൺ വേ റോഡുകളിലുണ്ട്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഇച്ചിരി ചുറ്റിപ്പോണം. ഇവിടെ 2 ടൈപ്പ് ബോട്ടുകൾ കിട്ടുമായിരുന്നു. സ്പീഡ് ബോട്ട് അല്ലെങ്കിൽ മോഡേൺ ബോട്ടും പിന്നെ ഇവിടുത്തെ ട്രഡീഷണൽ ബോട്ടും. ഞാനതിൽ ബുക്ക് ചെയ്ത ട്രഡീഷണൽ ബോട്ടാണ്. യെസ്, ആ സ്പീഡ് ബോട്ട് അതാണ്. ഇതാണ് ട്രഡീഷണൽ ബോട്ട്. 4 പേരെയാണ് ഇതിൽ കൊണ്ടുപോവുക. ഒരാൾക്ക് 2 ലക്ഷം രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. 2 ലക്ഷം രൂപയല്ല, 2 ലക്ഷം റുപ്പയ, ഇന്തോനേഷ്യൻ റുപ്പയ. ഇന്ത്യൻ പൈസയിൽ നോക്കുമ്പോൾ ഏകദേശം 1000 രൂപയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഇവർക്ക് ഒരാളെ മാത്രമായിട്ട് കൊണ്ടുപോകുമ്പോൾ അത്ര ലാഭകരമല്ലെങ്കിലും ഇതിപ്പോൾ ഇച്ചിരി ഓഫ് സീസൺ ആയതുകൊണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ പുള്ളി ഓക്കെ, ഒരാളെ 2 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുപോകാൻ സമ്മതിച്ചിട്ടുണ്ട്. അതായത് 1000 രൂപയ്ക്ക്. ഏകദേശം ഒരു 2 hours ഒക്കെ ആയിരിക്കും ഈ ഒരു ഇതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. ലെറ്റ്സ് ഗോ. Okay. How to get in? Yeah. From just here? Step here and I'm inside there. ഇത് താരതമ്യേന കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ച ദേപ്പാസർ അല്ലെങ്കിൽ ദേപ്പാൻസർ എന്ന് പറഞ്ഞ ഇവിടുത്തെ സിറ്റി സ്ഥലം, അതൊരു ബീച്ച് സൈഡാണ്. അപ്പോൾ അവിടെ നല്ല ചൂടാണ്, നല്ല ഹ്യൂമിഡിറ്റി ഒക്കെയാണ്. ഈ സ്ഥലം ഇച്ചിരി കൂടെ 1300 മീറ്ററാണ് ഇവിടുത്തെ ഓൾട്ടിറ്റ്യൂഡ്. അത് ഇച്ചിരി തണുപ്പുള്ള സ്ഥലമാണ്. അപ്പോൾ രാവിലെ നല്ല തണുപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ജാക്കറ്റൊക്കെ എടുത്തിട്ടത്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം നല്ല ഫോഗിയാണ്. ഇവിടെ ഇങ്ങനെ ലേയേഴ്സ് ഓഫ് ഒരു മൗണ്ടെയിൻ ഉണ്ട്. ഇതൊക്കെ ഓടെ മൂടിയിട്ട് നിങ്ങൾക്ക് ക്യാമറയിൽ അത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല. നമ്മൾ സാധാരണ ഇന്ത്യയിൽ പല സ്ഥലത്തും കയറിയിട്ടുള്ള ലോക്കൽ ബോട്ടുകളെ അപേക്ഷിച്ചിട്ട് ഈ ബോട്ട് വളരെ സ്റ്റേബിളാണ് കേട്ടോ. ആ ഒരു ആട്ടം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ആട്ടമൊന്നും ഇതിനില്ല. അതിന് കാരണം ഇവർ ഈ ബോട്ടിനെ സ്റ്റേബിളാക്കാനായിട്ട് ഇതങ്ങനെ 2 സൈഡിലേക്കും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുള്ളതുകൊണ്ട് ഈ ബോട്ടിന് ആട്ടം ഉണ്ടാവില്ല. അപ്പോൾ വളരെ സ്റ്റേബിളാണ്. ഒരു സുഖമായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. മറ്റേ ബോട്ടിൽ നമ്മൾ നിന്നുണ്ട്, പക്ഷേ ഇതിൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് അല്ലെങ്കിൽ പേടിയില്ലാതെ നിൽക്കാൻ പറ്റുന്നുണ്ട്. മറ്റേത് ഏത് നിമിഷം വെള്ളത്തിൽ പോകാമെന്നുള്ള ആ ഒരു പേടിയോടുകൂടിയാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും നമ്മൾ കാണാൻ വന്ന ടെമ്പിളിൻ്റെ ഫസ്റ്റ് ലുക്ക്
ഗ്രിപ്പ് അങ്ങ് കിട്ടും. ഈ കാണുന്ന ബോട്ട് ജെട്ടി ഉണ്ടല്ലോ, ബോട്ട് ജെട്ടിയുടെ പിന്നിലായിട്ടാണ് ആ ഒരു ടെമ്പിൾ ഉള്ളത്. ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സോണി A7R4 ആണ്. ഇപ്രാവശ്യം ഞാൻ എൻ്റെ സോണി A7S3 എടുത്തിട്ടില്ല. കാരണം എല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് അധികം വെയിറ്റ് ആവും. പിന്നെ ആകെ 5 ദിവസമല്ലേ നമുക്ക് ഇവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ കൊണ്ടുവന്നില്ല. ഞാൻ ഫോട്ടോയ്ക്ക് പ്രയോറിറ്റി എടുത്തുകൊണ്ട് A7R4 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ലെൻസ് 70-180 ആണ്. പിന്നെ ഞാൻ ഒരു 28-75 2.8 ലെൻസ് എടുത്തിട്ടുണ്ട്. ഇത് 2.8 കേട്ടോ. പിന്നെ ഒരു 14-24 സിഗ്മയുടെ 2.8 ലെൻസ് ഉണ്ട്. പിന്നെ നമ്മളിവിടെയൊക്കെ വരാൻ കാരണക്കാരനായ ഫോണ് ഒപ്പോടെ Find X8. ഇതിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടെമ്പിളിൻ്റെ വളരെ അടുത്തേക്ക് വന്നു. ഇതുവരെ നമ്മൾ ടെമ്പിളിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് കണ്ടത്. നമ്മളിപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നതാണ്. ഇവിടെ മൊത്തം ആമ്പലിൻ്റെ ഇലകളാണ്. ഇവിടെ ബോട്ടിൽ വരുന്നതിന് നമുക്ക് ടെമ്പിളിൻ്റെ എൻട്രി ഫീ ഒന്നുമില്ല. പക്ഷേ ഇനി നമ്മൾ എൻട്രി ഫീ കൊടുത്തിട്ട് ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പോവാണ്. അതിന് കാരണം ഈ ഒരു ടെമ്പിളിൻ്റെ ആ മൂല എന്നുള്ള ആംഗിൾ ഭയങ്കര ഭംഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്നതാണ് ഒപ്പോക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്. നമുക്കുള്ളിൽ കയറിയിട്ട് ഈ ഒരു സൺലൈറ്റിൽ, അന്ന് ഞാൻ വന്നപ്പോൾ സൺസെറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ആ ഒരു ബ്ലൂ ഹവറിലാണ് ഞാൻ അന്ന് ഫോട്ടോ എടുത്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൺലൈറ്റിൽ ആ ഒരു ആംഗിളിലെ ഫോട്ടോ എടുത്ത് നോക്കാം. നമ്മളെ ബോട്ട് നമ്മളൊരു കരക്കടുപ്പിച്ച് നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ എൻട്രി വഴിയല്ല കേട്ടോ, ഇത് പുള്ളി നമ്മൾ വെള്ളം വഴി വന്നതല്ലേ. പുള്ളി ഇവിടെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊരു അൺഒഫീഷ്യൽ വഴി കൊണ്ടുപോവുകയാണ്. ടെമ്പിളിൻ്റെ ഏറ്റവും ഭംഗിയുള്ള മറ്റൊരു ആംഗിളാണിത്. നമ്മൾ ഒപ്പോക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് 2 ടൈപ്പ് ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ അതാ ഒരു ഫ്രെയിം ഇതാ ഇങ്ങനെയാണ് ഞാൻ എടുത്തത്. അതായത് ഇങ്ങനെ ഒരു ഫ്രെയിം. പിന്നെ രണ്ടാമത്തെ ഫ്രെയിം ഞാനിതാ ഇവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ഫ്രെയിം എടുത്തിട്ടുള്ളത്. ഈ 2 ഫ്രെയിം ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യമായിട്ട് എടുത്ത്. ഞാൻ 2 ദിവസം മുമ്പ് ഇവിടെ വന്നതെന്ന് പറഞ്ഞല്ലോ, അന്നും ഞാൻ ഈ 2 ഫ്രെയിം എടുത്ത്. ഇന്ന് ഈ രണ്ടാമത്തെ പ്രാവശ്യം വരുമ്പോൾ 2 ഫ്രെയിം എടുത്തു. 2 അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. നല്ല ഭംഗിയില്ലേ? അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്തിനോട് ടാറ്റ ബൈ ബൈ പറയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെത്തി. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മുടെ പാക്കേജിൽ 1700 രൂപയ്ക്ക് ഞാൻ സ്റ്റേ ചെയ്യുന്ന റൂം ബുക്ക് ചെയ്ത്. അതിലാണ് ഇനി ഫ്രീ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. ഇനി എന്ത് വേണം നമുക്ക്? നാസി ഗൊരങ് എന്ന് പറഞ്ഞ സാധനമാണത്. ഒന്നുമില്ല, ഫ്രൈഡ് റൈസും ഫ്രൈഡ് നൂഡിൽസും. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറൊക്കെ ആയിട്ട് ഇവർ കഴിക്കുന്ന ഫുഡാണ്. ഇതിപ്പോൾ എനിക്കെൻ്റെ ഒരു കംഫർട്ട് ഫുഡായി മാറി ഇവിടുത്തെ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഏതെങ്കിലും 1-2 നേരമൊക്കെ ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ താമസം കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒരു കുട മേടിക്കാം നമുക്കിന്ന്. ഇനി അടുത്തത് എങ്ങോട്ടാണ് പോവാന്നുള്ളത് ഞാൻ തീരുമാനിച്ചില്ലല്ലോ. യെസ്, ആദ്യം നമുക്ക് അത് തീരുമാനിക്കാം. ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മളിപ്പോൾ ഉള്ള ലൊക്കേഷനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാലി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാ ഈ ഒരു ഭാഗത്തു നിന്നാണ്. നമ്മൾ പോയി ഇവിടെ എത്തി. ഇനി ഈ ഒരു റോഡ് നേരെ എടുത്തിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബാലീനെ
ഈ ഒരു ക്രോസ് കൺട്രി എന്ന് പറയാം കേട്ടോ അല്ലേ, ക്രോസ് ബാലി ട്രാവൽ ചെയ്തു നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ആ ഒരു റൂട്ട് എടുക്കുകയാണ്. പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ രണ്ട് പച്ചയും ഇവിടെ ഒരു പച്ചയും മാർക്ക് ചെയ്തിട്ടുണ്ടോ, ഇത് 3 വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് 2 കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. ഇത് ഇപ്പെട്ട പ്ലാനാണ്, ഫ്രഷ്ലി മെയ്ഡ് പ്ലാൻ. അപ്പോൾ ബന്യു വാന എന്ന് പറഞ്ഞ ഒരു വാട്ടർഫോളുണ്ട്, ബന്യു മല എന്ന് പറഞ്ഞ വാട്ടർഫോളും ഉണ്ട്. അപ്പോൾ 2 നമുക്ക് പോയി കാണാം. പിന്നെ അല്ലാതെ ഒരു ലുവാക്ക് കോഫീൻ്റെ ഒരു സ്ഥലമുണ്ട്, എനിക്ക് അവിടെ നിന്ന് പോകണമെന്നുണ്ടായിരുന്നു. മറ്റേ മരപ്പട്ടി അപ്പിട്ട കോഫി ഉണ്ടല്ലോ, വേൾഡ്സ് മോസ്റ്റ് എക്സ്പെൻസീവ് കോഫിയാണ്. അപ്പോൾ അതൊന്ന് കാണണം, പറ്റിയാൽ ഇച്ചിരി മേടിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണെങ്കിൽ തിരിച്ചു കൊണ്ടിരില്ല ഞാൻ. യെസ്, നമുക്കത് 1/2 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലുവാക്ക് കോഫി ആദ്യം പോവാം. പിന്നെ നമ്മൾ ലുവാക്ക് കോഫി കാണാൻ വേണ്ടിയിട്ടാണ്. കാണാനും പറ്റുകയാണെങ്കിൽ ഞാനത് പോയി കണ്ടിട്ട് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ ഞാൻ ടേസ്റ്റ് ചെയ്യും. അത് ഇപ്പോൾ ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു കോഫിയാണ്, വേൾഡ്സ് എക്സ്പെൻസീവ് കോഫി എന്ന് പറയപ്പെടുന്നുണ്ട്. അത് നിങ്ങൾ മിക്കവാറും ആളുകൾ കേട്ടിട്ടുണ്ടാവും, അറിയാത്ത ആളുകൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മരപ്പട്ടി ഉണ്ടല്ലോ, മരപ്പട്ടി ഏറ്റവും ബെസ്റ്റ് കോഫി ബീൻസ് നോക്കി കഴിക്കും എന്നാണ് പറയുക. അങ്ങനെ ഈ മരപ്പട്ടി തിന്നിട്ട് ഈ കോഫി ബീൻസ് അത് അപ്പിയിടും, അതിനെ എടുത്ത് ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ട് കോഫി ആക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഏർപ്പാടുണ്ട്. അതിനാണ് ലുവാക്ക് കോഫി എന്ന് പറയുക. അപ്പം അത് ഇവിടെയാണ് അതിന് ഫേമസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും കാണാൻ പറ്റുന്നത്, അതായത് ലുവാക്കിനെ അവരവിടെ വളർത്തുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ എല്ലാ പ്രോസസ്സുകളും കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഞാനിങ്ങനെ ഗൂഗിൾ റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിരുന്നു. കുറേ സ്ഥലങ്ങളുണ്ടാകും, അപ്പോൾ അതിൽ ഒരു സ്ഥലം ഞാൻ അങ്ങനെ ഗൂഗിൾ മാപ്പിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നല്ല എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാനൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയാണ്. ഇവിടെ എല്ലായിടത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ, ഇൻഡോമാർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഓരോ 5 കിലോമീറ്റർ അല്ലെ 10 കിലോമീറ്റർ കാണുമ്പോൾ ഇതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് എല്ലായിടത്തും ഉണ്ട്. എല്ലാ മുക്കിലും മൂലയിലും ഇവരുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. ഇവരുടെ ഇത് കുട ഉണ്ടോയെന്ന് അറിയില്ല, അപ്പോൾ പോയേക്കാം. സ്റ്റോറിൻ്റെ ഉള്ളിലാണ്. കുട ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവർ നോക്കാൻ പോകാം. യെസ്, only one? Yeah. Maybe different color? No. Only one. Okay. 40,000 ഇന്തോനേഷ്യൻ റുപ്പയാണ് ഇതിൻ്റെ വില, നാട്ടിൽ ഏകദേശം 200 രൂപ. ഇവിടെ എന്തൊക്കെയോ സ്നാക്കുകൾ കാണുന്നുണ്ട്, കൊള്ളാല് വെറൈറ്റി സാധനമാണല്ലോ. ദിസ് ഇസ് വെജ്. ഇതിന് 2,000 രൂപ അല്ല 3,000 രൂപയാണ്. 3,000 രൂപ എന്ന് പറയുമ്പോൾ എത്ര രൂപയായിരിക്കും അത്? നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, നോക്കട്ടെ. നിങ്ങൾ ഇതിൻ്റെ ടെക്നിക്ക് പഠിച്ചോ? നമ്മളെ സ്നാക്ക് കഴിച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് കാണാൻ എന്തോ രസമുണ്ട്. ഇപ്പോൾ ഒരു കൗതുകത്തിന് വാങ്ങിയതാണ്. കൊള്ളാം. ഇത് ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനമാണ്, ഉള്ളിൽ ചീസി ആയിട്ടുള്ള ഒരു മധുരമുള്ള എന്തോ ഒരു ക്രീം. വളരെ മാന്യമായിട്ടാട്ടോ ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. ഫുൾ ഇൻഡിക്കേറ്ററും എല്ലാ സിഗ്നലൊക്കെ ഇട്ട്, കണ്ടാൽ ഞാനൊരു മാന്യനാന്ന് അവർ തെറ്റിദ്ധരിക്കണം. ഇത് അവിടെ നിന്ന് ഒരു 500 മീറ്റർ പോലും പോയില്ല, അടുത്ത ഇൻഡോമാർട്ട്. ഇപ്പം ഇൻഡോമാർട്ട് അതേപോലെ ഈ ആൽഫ മാർട്ട്, ഇത് രണ്ടുമാണ് ഞാനിവിടെ എല്ലായിടത്തും കണ്ടുവരുന്ന പോപ്പുലർ സൂപ്പർ മാർക്കറ്റുകൾ. എല്ലാ മുക്കിലും മൂലയിലും ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഇതിലേതെങ്കിലും ഒരു കൗണ്ടർ ഉണ്ടാവും. അതും അടുപ്പിച്ചടുപ്പിച്ച് ഇതേപോലെ ചില സ്ഥലങ്ങളിൽ 1/2 കിലോമീറ്റർ വിട്ടിട്ട് വരെ ഇതിൻ്റെ കൗണ്ടറുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് നല്ല സുഖമായിരിക്കും, പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക്. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും എന്ത് സാധനവും മേടിക്കാം ഈസി ആയിട്ട്. ഗൂഗിൾ മാപ്പ് ചതിച്ച്. നമുക്ക് ശരിക്കും പോകേണ്ടത് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, പക്ഷെ ഗൂഗിൾ മാപ്പ് നേരെ ഇതിലെ വെറുതെ പോയിട്ട് ഒരു 5 കിലോമീറ്റർ പോയ ഒരു യൂട്ടേൺ എടുത്തിട്ട് തിരിച്ചും കൊണ്ടണം പോകാൻ. ഞാൻ ഇപ്പോഴെങ്കിലും നോക്കിയാൽ നന്നായി, ഒരു 5 കിലോമീറ്റർ പോകാണ്ട് തിരിച്ചില്ലേ. ഇടക്കിടക്ക് ഗൂഗിൾ മാപ്പ് ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. നമുക്ക് പോകാനുള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിലും മൂപ്പര് കുറച്ച് മുമ്പോട്ട് പോയിട്ട് ഒരു യൂട്ടേൺ എടുത്ത് വരാനൊക്കെ പറയും. എന്തിനാണാവോ? അതേപോലെ എൻ്റെ കയ്യിൽ പൈസ തീർന്നിട്ടുണ്ട്. നമ്മൾ രാവിലെ പോയ ടെമ്പിളില്ലേ, അതിൻ്റെ അകത്ത് ATM മെഷീൻ ഉണ്ട്. അപ്പോൾ ആ ടെമ്പിളിൻ്റെ അവിടെ കയറിയിട്ട് നമുക്ക് ATM ൽ കുറച്ച് പൈസ വലിക്കാം. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായ ഒരു കാര്യം ഇവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണ്. അടിപൊളി ആൾക്കാരാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ സാധാരണ നമ്മളെ ഇന്ത്യയിലെ ഉള്ളോട്ടുള്ള ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ യൂത്ത് ആളുകളേക്ക് ഇച്ചിരിയെങ്കിലും ഫ്രണ്ട്ലി ആയിട്ടുണ്ടാവുക, അല്ല ഇച്ചിരി പ്രായമുള്ള ആളുകൾ അവരിച്ചിരി റിസർവ്ഡ് അല്ലെങ്കിൽ നല്ലോണം റിസർവ്ഡ് ആയിരിക്കും. എന്നാലും ഇവിടെയുള്ള ഞാൻ ഇന്നലെ ഒരു ഇൻസൈഡ് വില്ലേജിലൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തില്ലേ, അവിടുന്ന് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ ഇങ്ങോട്ട് ഇംഗ്ലീഷിൽ അഭിവാദ്യം ചെയ്യുന്നു,
സുഖമല്ല എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. ഇപ്പോൾ ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളെ പോലും ഞാൻ ഇതുവരെ ഇവിടെ ഞാൻ എൻകൗണ്ടർ ചെയ്തിട്ടില്ല, അല്ല ഞാൻ കണ്ടില്ല. ഏതായാലും നമുക്ക് പൈസ വിഡ്രോ ചെയ്യാം. എൻ്റെ മാസ്റ്റർ കാർഡ് ഉണ്ട്, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് 10 ലക്ഷമെങ്കിൽ 10 ലക്ഷം സേവിങ്സ് അക്കൗണ്ട്. യെസ്, 1 ലക്ഷത്തിൻ്റെ 10 നോട്ടുകൾ. പിച്ചക്കാരനായി ATM കയറി ലക്ഷപ്രഭുവായിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. യെസ്. പിന്നെ കാർ റെൻറ്റിൻ്റെ കൂടെ ബൈക്ക് റെൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടെ നമുക്ക് സ്കൂട്ടറുകളും റെൻറ്റിന് കിട്ടും. സ്കൂട്ടറുകൾ ഏകദേശം ഈ കാറിനിപ്പോൾ ഞാൻ ഒരു ദിവസം 3 ലക്ഷം ഇന്ത്യൻ റുപ്പയാണ് കൊടുക്കുന്നത്. ഇന്തോനേഷ്യൻ റുപ്പയാണ് കൊടുക്കുന്നത്. അതായത് ഏകദേശം 1500 ഇന്ത്യൻ റുപ്പീസ് വരും. സ്കൂട്ടർ നമുക്ക് ഏകദേശം 1,20,000 ഇന്തോനേഷ്യൻ റുപ്യ, അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 500-600 രൂപ പെർ ഡേക്ക് സ്കൂട്ടർ നമുക്ക് ഇവിടെ റെൻറ്റിന് കിട്ടും. ഇതിപ്പോൾ മഴയൊക്കെ പെയ്യുന്നൊരു സീസൺ ആയതുകൊണ്ടും എൻ്റെ വലിയൊരു ട്രോളി ബാഗ്, ക്യാമറ ബാഗ്, ഈ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടി ഒരു കംഫർട്ടിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കാർ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കാറിനുള്ള ബഡ്ജറ്റില്ലെങ്കിൽ ആ ഒരു 500-600 രൂപ പെർ ഡേക്ക് നമുക്ക് സ്കൂട്ടറുകൾ ഇവിടെ കിട്ടും. നിങ്ങൾ ഈ വലത്തുഭാഗത്ത് കാണുന്നില്ലേ, ഇതാണ് ഞാൻ വീടാണോ അമ്പലമാണോ എന്ന് മനസ്സിലാവില്ല എനിക്കെന്ന് പറഞ്ഞത്. ഇതെനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല വീടാണോ അമ്പലമാണോ. പക്ഷെ അങ്ങോട്ട് ആൾക്കാർ കയറി പോകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ ചില സ്ഥലത്ത് കൊലയിലൊക്കെ ആൾക്കാർ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്, കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട് പോർച്ചിൽ. അപ്പോൾ വീടിൻ്റെ എല്ലാ ലുക്കുണ്ട്, പക്ഷെ അമ്പലത്തിൻ്റെ എല്ലാ ലുക്കുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു അമ്പലമാണെന്ന് തോന്നും. ഇത് അമ്പലത്തിൻ്റെ പോലത്തെ കിറ്റാ, ഇത് ശരിക്കും അമ്പലമാണെന്ന് തോന്നുന്നത്. പക്ഷെ അതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ പണിക്കാരൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ബിൽഡിങ്ങൊക്കെ ചിലതിന് അമ്പലത്തിൻ്റെ ലുക്കും ചിലതിന് വീടിൻ്റെ ലുക്കും. അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെയാണ്. ഏതായാലും ഞാൻ പോകുന്നതിന് മുമ്പേ അത് കണ്ടുപിടിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏതായാലും നമ്മുടെ പെട്രോൾ തീരാനായിരുന്നു. അപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് തീരാനായില്ല, പക്ഷേ നമുക്കൊന്ന് ഫുള്ളാക്കി കളയാം. പെട്രോളിന് ഏകദേശം നമ്മുടെ ഇന്ത്യയിലെ പകുതി വിലയുള്ളൂ. പക്ഷേ നമുക്കൊന്ന് ആക്യുറേറ്റ് ആയിട്ട് നോക്കാമല്ലോ ഒന്ന് എത്ര രൂപയാവുന്നു. ഇന്തോനേഷ്യൻ റുപ്യ 2 ലക്ഷത്തിനാണ് നമ്മൾ അടിക്കാൻ പറഞ്ഞത്. 1 ലിറ്ററിന് ഇവിടെ 12,000 രൂപയാണ്. അതായത് 2 കട്ട് ചെയ്ത് പകുതിയാക്കിയാൽ 60 റുപ്യ. 60 റുപ്യ 1 ലിറ്റർ പെട്രോൾ. 60 റുപ്യ. യെസ്, 2 ലക്ഷം രൂപ. 2 ലക്ഷത്തിനൊക്കെ ആരെങ്കിലും പെട്രോൾ അടിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചില്ല, ആദ്യമായിട്ട് അടിക്കുന്നത് 2 ലക്ഷത്തിന്. ഒന്ന് ഒരു ആക്യുറേറ്റ് കണക്ക് നോക്കട്ടെ, എത്ര രൂപയാണ് 1 ലിറ്റർ പെട്രോളിന് വരികയാണ്. 12,000 ഹരിക്കണം 188, 63 രൂപ വരും കേട്ടോ. 63 രൂപ 82 പൈസയാണ്. മോദിജി, ഇന്നതൊക്കെ ഇന്ത്യൻ്റെ ഒരു ഉന്നമനത്തിനാണെന്ന് ആലോചിക്കുമ്പോൾ പോട്ടെ, ഞാനൊന്നും പറയില്ല. റിവേഴ്സ് ഫുൾ ഇൻസൈഡ് റോഡുകളിലൂടെ അല്ലെങ്കിൽ വില്ലേജ് റോഡുകളിലൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ നിങ്ങൾ ആ ഒരു സ്കൂട്ടറിൻ്റെ ടയർ ശ്രദ്ധിച്ചോ? ഇവിടുത്തെ ഒരു പോപ്പുലർ വണ്ടിയാണ് സ്കൂട്ടർ. പക്ഷേ ഇവിടുത്തെ സ്കൂട്ടറുകളുടെ ടയറുകൾക്ക് നമ്മുടെ നാട്ടിലെ സ്കൂട്ടറിനെക്കാളും ഒരു ഇച്ചിരി വലിപ്പം കൂടുതലുണ്ട്. അതായത് സ്കൂട്ടറിൻ്റെ സൈസിൽ നിന്ന് വിട്ടും ചെയ്ത്, എന്നാൽ ബൈക്കിൻ്റെ ടയറിൻ്റെ സൈസ് ഒട്ടും എത്തിയില്ല. അങ്ങനെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സൈസാണ് ഇവിടുത്തെ സ്കൂട്ടറിൻ്റെ ടയറുകൾക്ക്. നല്ല ഭംഗിയുള്ള കുറേ റൈസ് ടെറസൊക്കെ കടന്ന് ഒടുവിലിതാ നമ്മളിങ്ങ് എത്തി. ജത്തിവാങ്കി ലുവാക് കോഫി. How many people? Just alone. Just one. One only. കോപ്പി എൻ്റെ ഭാഷ പോയല്ലോ. കോഫി ഇവിടെ അറബിക്കും റോബസ്റ്റ് 2 വെറൈറ്റി ഉണ്ട്. ഇത് പിന്നെ വാനിലയുടെ ചെടിയാണ്. That is our special animal, civet cat or luwak. ഓക്കെ, ഇതാണ് നമ്മുടെ ബോസ്. Luwak is Luwak a ആണ്. animal. They are active in the night and sleeping the day. ഓക്കെ And luwak also like a clever animal because they know to choose the best quality of coffee bean to eat. ഓക്കെ, ഇവരുടെ അടുത്ത് മൊത്തം 3 ലുവാക്കാണുള്ളത്. ഈ ഒരെണ്ണത്തിനെ മാത്രം വേറൊരു സെപ്പറേറ്റ് കേജിലാക്കിയതാണ്. കാരണം ഇവരെ എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ ഒരു നല്ല അടി കൂടുന്നതെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാത്തിനും ഇതുപോലെ കാപ്പിത്തോട്ടങ്ങൾ മൊത്തമായിട്ടൊരു കൂടാക്കിയിട്ട് ആ കൂട്ടിനകത്താണ്. ഒരെണ്ണം എന്താ അവിടെ ഈ പെട്ടിക്കകത്തുണ്ട്. ഇവൻ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ചെറിയ സംഭവമല്ല കേട്ടോ കൂട്. അതായത് ഈ കാണുന്ന മൊത്തം സംഭവം ഉണ്ടല്ലോ, അതായത് ഞാൻ കാണിച്ചുതരാം. ഈ കാണുന്ന തോട്ടം മൊത്തത്തിൽ ഒരു കൂടാണ്. ഇവന്മാർ അടി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരുത്തനെ മാത്രം പിടിച്ചത് ഈ ചെറിയ കൂട്ടിലേക്കാക്കിയതാണ്.
ഓ ഇത് ഇവർ കോഫിയും ചായ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ മിക്സ് ചെയ്യുന്നൊരു സാധനമാണെന്നാണ് പറഞ്ഞത്. ഞാൻ മുമ്പേ ചായ കുടിച്ചിട്ട് അതിന് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ടച്ച് എന്ന് പറഞ്ഞില്ലേ, അത് ഇതാ സാധനം ഗ്യാസ് സ്മെല്ലിൽ കിട്ടിട്ട്. വൈദ്യുതി ആളെ പരിചയപ്പെടുത്താൻ പറഞ്ഞ് ഗുസ്തി എന്നാണ് ഇവരുടെ പേര്. ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ ഇതുപോലെ ഒരാൾ കൂടെ വന്ന് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കോഫി ടേസ്റ്റ് ചെയ്യിപ്പിക്കും. ഇതിനിവിടെ വേറെ ചാർജുകളൊന്നും ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മൾ കോഫി മേടിക്കുകയാണെങ്കിൽ അതും അവർ മേടിക്കാൻ പറയുന്നില്ല, മേടിച്ചാൽ അവർക്ക് അതൊരു ലാഭം അത്രേ ഉള്ളൂ. ഇത് കൊക്കോ മരമാണ്. അപ്പം ഇങ്ങനെ ഇവിടെയുള്ള പല സ്പൈസുകളും ഇതുപോലെ കൊക്കോ, കോഫി അങ്ങനെ എല്ലാ സാധനവും കാണിച്ചു തന്നിട്ട് ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ നടത്തി കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിയുമ്പോൾ ഇവർ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന എല്ലാ സാധനങ്ങളും നമുക്ക് ടീയോ കോഫിയോ അല്ലെങ്കിൽ ഹോട്ട് ചോക്ലേറ്റ് ഡ്രിങ്കൊക്കെ ആയിട്ട് ട്രൈ ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. യെസ്, നമ്മൾ നടന്നിട്ട് ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? Coffee process. ഓക്കെ. We still to do manual by hand. 1 kilogram, we roast it until 1 hour. When the color to be dark, smell coming in after roasting, and then we put it to pound. അപ്പം ഇങ്ങനെയാണ് ലുവാക്ക് കോഫി ഇവർ കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അതായത് നമ്മുടെ ലുവാക്ക് പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അപ്പിയിട്ടത് ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഇത് അവർ പലതവണ അത് വാഷ് ചെയ്ത് ക്ലീനാക്കി എടുത്തതാണ്. പിന്നെ അതിൻ്റെ തോല് പൊളിച്ച ഫൈനൽ ഫോമാണിത്. പിന്നെ അത് ഇതേപോലെ റോസ്റ്റ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് എടുത്തിട്ടാണ് This is cacao. നമ്മുടെ ഫൈനൽ കോഫി ഉണ്ടാക്കുക. This is luwak coffee. സാധാ കോഫീൻ്റെ സ്മെൽ തന്നെയാണ്. And Bali coffee. ചെറിയ എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഇവരുടെ ബാലി കോഫി. Different, right? ഓക്കെ. ഇത് ഇവരുടെ ഒരു കോഫി ടീ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നൊരു കൗണ്ടറാണ്. For degustation, we have tea and coffee combination. ഓക്കെ. For the tasting, all of them free for you. All of them. But I'm so sorry. But today, red rice tea, lemon tea, we don't have. But today, okay. except the luwak coffee. Okay. If you're gonna try luwak coffee, that you need to charge only 50,000 rupiah per 1 cup. And then we will give you Bali coffee to compare. ഓക്കെ. Would you like to try luwak? യെസ്, ഐ One. Okay. Right on, yeah. 50,000. 50,000. ഓക്കെ. അപ്പോൾ 50,000 രൂപ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലുവാ കോഫി കിട്ടും. ബാക്കി എല്ലാം ഫ്രീ ആണ്. അപ്പോൾ ലുവാ കോഫിക്ക് മാത്രമേ ഇവിടെ ചാർജ് ഉള്ളൂ. അപ്പോൾ ഇത് കൊള്ള പരിപാടി കേട്ടോ. ഈ ഒരു കപ്പിന് 50,000 റുപ്പയാണ്. അങ്ങനെ പറയുമ്പോൾ ഏകദേശം 250 രൂപ. നമുക്ക് 250 രൂപ ഇവിടെ ഒരു എൻട്രി ഫീയോ പാർക്കിംഗ് ഫീയോ അല്ലാണ്ട് ഇതുവരെ ഈ ഒരു ഗൈഡ് വന്നതിന് ഒന്നിനും ചാർജില്ല. നമ്മൾ ബാക്കിയുള്ള ചായകളൊക്കെ ട്രൈ ചെയ്യുന്നതിനും ചാർജില്ല. അത് നല്ലൊരു ബിസിനസ് മോഡലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു ലുവാ കോഫീൻ്റെ ഒരു ചാർജിൽ തന്നെ ഇവർക്കൊക്കെ മുതലായി പോവുകയും ചെയ്യും. പിന്നെ ആളുകൾ എന്തായാലും ഇവിടെ വരുന്ന ആളുകളൊക്കെ സാധനം മേടിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതും കൊള്ളാം, അടിപൊളി ബിസിനസ് മോഡൽ. നമ്മുടെ ചായ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ ഓർഡറിലാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്, നമുക്ക് സംഭവം മനസ്സിലാൻ വേണ്ടിയിട്ട്. ഇന്ന് അവർ നേരത്തെ സോറി പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം, ഈ റെഡ് റൈസ് ടീയും അതേപോലെ ലെമൺ ടീയും ഇത് രണ്ടും ഇന്നിവിടെ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ രണ്ട് സ്പേസ് കാണുന്നത്. മാംഗോസ്റ്റീൻ ടീ, മാംഗോസ്റ്റീൻ്റെ ചെറിയൊരു ഫ്ലേവർ ഉണ്ട്. റോസല്ല ടീ, പഞ്ചി നല്ല പുളിയുണ്ട്. ഇനി ഇവരുടെ മെയിൻ ഐറ്റം ബാലി കോഫിയും ലുവാക്ക് കോഫിയും. Excuse me. Which one is luwak? This is luwak coffee. Okay. And I give you Bali coffee to compare. You compare the taste with Bali coffee. Okay. Is it sweet? Pardon? Is it sweet? Without sugar. And you like sweet, you can put coconut sugar. Yes. മധുരമില്ലാത്ത കോഫീൻ്റെ ആളല്ല ഞാൻ. 50,000 ലുവാക്ക് കോഫിയും പിന്നെ സാധാരണ ബാലി കോഫിയും തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ് തരുന്നതെന്നാണ് പറഞ്ഞത്. ഒരു കോഫി ഇത്രേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ് ഞാൻ മതിയാക്കി. എല്ലാത്തിനും ഞാൻ കുറച്ച് സിപ്പ് എടുത്തുള്ളൂ. പിന്നെയും കുറച്ചധികം സിപ്പ് എടുത്ത് ഞാൻ ഇതെന്നാണ്. ഇത് ഏകദേശം ഞാൻ പകുതി കപ്പ് ഞാൻ തീർത്തിട്ടുണ്ട്. ഞാൻ ഫുള്ളാക്കുന്നില്ല. ഞാൻ അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഭയങ്കരമായി ഇഷ്ടമായിട്ടൊന്നുമില്ല. ഒരു കോഫി അത്രേ ഉള്ളൂ. കാരണം നമ്മുടെ നാട്ടിലെ കോഫി സ്ലോ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് ഉണ്ടാക്കുന്ന ഒരു കാപ്പീൻ്റെ ടേസ്റ്റൊന്നും എനിക്കിതൊന്നും കിട്ടുന്നില്ല. അടുത്തവരുടെ സ്റ്റോറാണിത്. ഇവിടുന്ന് നമ്മൾ മേടിക്കണോ ഒന്നും നിർബന്ധമില്ല കേട്ടോ. ഒരു സ്റ്റോറിലേക്ക് പോകണോ പോകണ്ടേന്നേ അവർ ചോദിക്കുള്ളൂ. അപ്പോൾ ഒന്നിനും ഒരു നിർബന്ധമില്ല.
അപ്പോൾ ഒരു സ്റ്റോറിലേക്ക് പോകണമെന്ന് വെച്ചപ്പോൾ എനിക്ക് ഒബ്വിയസ്ലി കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇനി ഞാൻ ഒരു സ്റ്റോറിലേക്ക് വന്നാണ്. ലുവാക് കോഫിയുടെ പ്രൈസ് നോക്കാം നമുക്ക്. 3,90,000 ഇന്ത്യൻ റുപ്പയാണ് 100 ഗ്രാമിന്. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിന് ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ 2,000 രൂപ വരും. അപ്പോൾ കിലോയ്ക്ക് 20,000 രൂപ. അതാണ് ഈ ഇതിൻ്റെ പ്രൈസ്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മേടിച്ച സാധനങ്ങൾ. ബാലി കോഫി 2 മേടിച്ചിട്ടുണ്ട്. പിന്നെ ലുവാക് കോഫി മേടിച്ചില്ല കേട്ടോ. പിന്നെ ലെമൺ ഗ്രാസ് ടീ, അതിൻ്റെ ചെറുതും വലുതും ഉണ്ട്. പിന്നെ ഒരു റെഡ് ജിഞ്ചർ, പിന്നെ ഒരു 2 സ്റ്റിക്ക് ഓഫ് വാനില. ഇവിടെ ഇച്ചിരി 60 റേറ്റാണ്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലമല്ലല്ലോ. 9,30,000 ആണ് പ്രൈസ് വന്നത് ടോട്ടൽ. അത് ഏകദേശം ഒരു 4,000 സംതിങ് രൂപ ഉണ്ടാവും ഇന്ത്യൻ റുപ്പീസിലേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ പോകുന്ന ഒരു വാട്ടർഫോളിലേക്കാണ്. എനിക്ക് കുറച്ച് കാലം മുമ്പേ വരെയൊക്കെ എങ്ങനെയുള്ള സാധനങ്ങളിൽ ഇത്ര പൈസയൊക്കെ ചിലവാക്കിയെങ്കിൽ പിന്നെ 2-3 ദിവസം ഉറക്കം വരാത്ത പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കുറഞ്ഞുണ്ട്. അപ്പോൾ അതിനെ മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി എന്നാണ് വിളിക്കുക. ഞാൻ മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഞാൻ ആ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റി ചെറുതായിട്ട് മാറ്റിയെടുക്കാൻ ഞാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ മേടിച്ച് ഇപ്പോൾ കുഴപ്പമില്ല, ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാ. ഈ ഒരു റെസ്റ്റോറൻറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് മേലോട്ട് കയറാം. ഒരു വെറൈറ്റി പരീക്ഷിക്കാൻ എൻ്റെ തീരുമാനം. ബെബേക് ബെത്തൂത്തു സ്റ്റീംഡ് ഡക്ക് വിത്ത് ട്രഡീഷണൽ ബാലനീസ് സോസ് ആൻഡ് വെജിറ്റബിൾസ് സെർവ്ഡ് വിത്ത് സ്റ്റീം റൈസ് ഓർ റെഡ് റൈസ്. ഇതാണ് സംഭവം. 2 ടൈപ്പ് ചട്നി ഉണ്ട്. റെഡ് റൈസ്, എന്തോ ഒരു നൂഡിൽസ്, ഡക്ക് താറാവ്. നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ബന്യു വാന എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർഫോളിലാണ്. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ റീലിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ എന്തിലോ കണ്ടിട്ട് ഞാൻ അന്ന് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടാണ് ഏതെങ്കിലും കാലത്ത് ബാലി പോവുകയാണെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നാണ് പോകാൻ പോകുന്നത്. ബന്യു വാന ഒരു ചെറിയ വാട്ടർഫോളാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഫോളാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 52 മിനിറ്റ്സ് ആണ്. നല്ല മഴ പെയ്യാൻ പോകുന്നുണ്ട്. ആകെ മൂടി കെട്ടി ഫുൾ ഫോഗി ആയി നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു 20 മീറ്റർ അപ്പുറമുള്ള ഒന്നും കാണാത്ത രീതിയിൽ ഫോഗി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ഹെഡ്ലൈറ്റും ഫോഗ് ലാമ്പൊക്കെ ഓണാക്കി വളരെ പതുക്കെയാണ് നമ്മൾ പോകുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് വ്ളോഗ് ചെയ്യാൻ നല്ല സുഖമുണ്ട് കേട്ടോ. ഒരു കൈ മതിയല്ലോ നമുക്ക് വണ്ടീൻ്റെ മൊത്തം കൺട്രോൾ ചെയ്യാൻ. നൈസ്. ഇപ്പോൾ നല്ലോണം മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴയും നല്ല കട്ട് കട്ടി പോകും. എനിക്ക് വല്ലാത്തൊരു ഫീൽ കിട്ടോ. ഞാൻ മറ്റൊരു കൺട്രിയിൽ കാറിങ്ങനെ ഓടിച്ച് പോവാണ്. മഴ, മഞ്ഞ്, ഞാൻ എവിടെയാണ്? ഭൂമിയുടെ എവിടെ ജനിച്ച ആളാണ് ഞാൻ. ഇപ്പോൾ അവിടെ നിന്നൊക്കെ മാറിയിട്ട് മറ്റൊരു ഭാഗത്ത്, മറ്റു കടലിൻ്റെ നടുക്കുള്ളൊരു ദ്വീപിൽ. വാ, ഇവിടുത്തെ ഒരു പോപ്പുലർ സ്പോട്ട് കാണിച്ചു തരാൻ. ഒന്നുമില്ല, പക്ഷേ സ്പോട്ട് ഭയങ്കര ഫേമസ് ആണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ കൊട ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് ഇവിടുന്ന്. ഇതാണ് ആ സ്പോട്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഫേമസ് ആയി. ഇപ്പോൾ ഇവിടെ എന്നും ആളുകൾ ക്യൂ ആണ് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കാനായിട്ട്. അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 2 മിനിറ്റാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ ടൈം കിട്ടുക. ബാലി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ഫോട്ടോ മറ്റേ നമ്മൾ ഇന്ന് രാവിലെ കണ്ട ടെമ്പിളിൻ്റെ ആണെങ്കിലും രണ്ടാമതോ മൂന്നാമതോ ഒക്കെ വരുന്ന ഫോട്ടോ എന്തായാലും ഈ ഒരു ഗേറ്റിൻ്റെ ആയിരിക്കും. ഹണ്ടാര ഗേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഹണ്ടാര ഇവിടെ ഉള്ളൊരു റിസോർട്ടാണ്. അങ്ങോട്ടുള്ള വഴിയിലേക്കാണ് ഈ ഒരു ഗേറ്റ് ഉള്ളത്.
അപ്പോൾ ആ ഒരു റിസോർട്ടിൻ്റെ പേരിലായി ഗേറ്റും അറിയപ്പെടുന്നത്. ഇവിടെ നേരം വെളുത്താൽ വൈകുന്നേരം അല്ലെങ്കിൽ ഇരുടാകുന്നവരെ ഇത് അങ്ങനെ ക്യൂ ആണ്. ഇതൊരു റോഡ് സൈഡാണ്. ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ ടിക്കറ്റ് വെച്ചിട്ട് പൈസ, അതും 2 മിനിറ്റ് മാത്രം. ആ റിസോർട്ടിലേക്ക് പോകാനുള്ള വണ്ടികൾ വരെ ഇവിടെ ക്യൂ നിൽക്കണം. ബാലിയിൽ വന്നാൽ ഇവിടെ വന്നൊരു ഫോട്ടോ എടുത്തൊരു നിർബന്ധമാണ് എല്ലാവർക്കും. ഇപ്പോൾ ഞാനിവിടെ വന്ന് എടുത്തിട്ടോ, എൻ്റെ ഫോട്ടോ അല്ല, എൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് പിന്നെ നമ്മൾ ഓപ്പോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഇവിടെ നിന്ന് എടുത്ത്. അപ്പോൾ ഞാൻ മുമ്പ് അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചെന്ന് പോകുന്നത് ഫോട്ടോ എടുക്കാൻ നോക്കാറ്. ഓക്കെ, അപ്പോൾ വാട്ടർഫോളിലേക്ക് പോവാം. നമ്മൾ ദൂരം താണ്ടുന്തോറും മഴേൻ്റെ ശക്തി കൂടിക്കൂടി വരുന്നുണ്ട്. യെസ്, നമ്മൾ വാട്ടർഫോളിൻ്റെ സ്പോട്ടിലെത്തി. ഇതാണ് പാർക്കിംഗ് സ്പോട്ട്. യെസ്, വെൽക്കം ടു ബന്യവന അമേർത്ത വാട്ടർഫോൾ. ഹലോ, താങ്ക് യു. ഹൗ മച്ച്? 1 person? 1 person. ഇവിടെ 4 വാട്ടർഫോൾ ഉണ്ടെന്നാണ് ഇതിൽ കാണിക്കുന്നത്. 40,000 ടിക്കറ്റ് ചാർജ്, ഏകദേശം 200 രൂപ. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ താഴോട്ട് നടക്കാനുണ്ട്. കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിലൂടെയാണ് വഴി. നമ്മളേതായാലും നടന്നിട്ട് ഇതിൻ്റെ താഴത്തെത്തി എന്നാണ് തോന്നുന്നത്. അവിടെ കുറച്ച് കടകളോ ഷെഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ സൈൻ ഉണ്ട് ഇനി 200 മീറ്റർ കൂടെ വരുന്നത്. അങ്ങനെ നടന്ന് നമ്മൾ വാട്ടർഫോളിൻ്റെ അടുത്ത് എത്തി. അടിപൊളിയല്ലേ? ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇത് കാണാൻ. എന്താ അല്ലേ? ഞാൻ ഏതായാലും ഇവിടെ സമയം ഇപ്പോൾ 6 മണിയായി. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത് വേറൊരു വാട്ടർഫോൾ ഉണ്ട്, അങ്ങോട്ടും കൂടെ പോകണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇനി അതിനുള്ള ടൈമില്ല. ഇനി നമ്മൾ കയറി മുകളിലെത്തുമ്പോഴത്തേനും ഇരുടാവും. അപ്പോൾ ഇനി നമ്മൾ എവിടെയെങ്കിലും ഒരു റൂം എടുത്തുനിന്ന് സെറ്റിലാകുമ്പോഴാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ്. ഇത് നമ്മളിങ്ങോട്ട് വന്ന വഴിയല്ല. തിരിച്ചു പോകുമ്പോൾ ഇതേപോലെ ചെറിയൊരു നടപ്പാത വേറെ ഇന്നിങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് 4 വാട്ടർഫോളിനൊക്കെ എഴുതിയാണ്ടല്ലോ. അതിൽ പറഞ്ഞ ഏതെങ്കിലും മറ്റ് വാട്ടർഫോളിലേക്കുള്ള വഴി വയ്ക്കുന്നത്. യെസ്, ഇറ്റ് ഈസ്. ഇതൊരു ചെറിയ ഫോളാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ മറ്റേത് കണ്ടിങ്ങോട്ട് വന്നുകൊണ്ടായിരിക്കും ഒന്നും തോന്നുന്നില്ല. ഇരുടാവുന്നതിന് മുമ്പ് നമുക്ക് വേഗം കയറി മേലെത്തണം. അങ്ങനെ ഒടുവിൽ നമ്മൾ കയറി മുകളിലെത്തി. 1, 2, 3 3 നമ്മൾ കണ്ട്. ഇത് നമ്മൾ കണ്ടില്ല. അത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഗൂഗിൾ മാപ്പിൽ ഇതിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് പണ്ട് സേവ് ആക്കിയതിൽ. അത് നമ്മൾ കണ്ടില്ല. ഞങ്ങോട്ട് തിരിച്ച് വരാൻ നേരം നമ്മളൊരു ഡീറ്റൂർ എടുത്തു പോയല്ലോ. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഡീറ്റൂർ കൂടി ഞാൻ കണ്ടിരുന്നത്. ചിലപ്പോൾ അത് ആ വാട്ടർഫോളിലേക്കുള്ളതായിരിക്കും. പക്ഷേ മേലോട്ട് എത്താൻ ഇരുടാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ പോയില്ല, പോട്ടെ എന്ന് വിചാരിച്ച്. വെള്ളം പാറിയിട്ട് തല നനഞ്ഞിട്ട് ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചുകൊണ്ട് തോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഇത് ക്യാമറയിൽ കാണുന്ന അത്ര വെളിച്ചപ്പോടില്ല കേട്ടോ. അത് ഞാനിപ്പോൾ ലോ ലൈറ്റ് മോഡ് ഇപ്പോൾ ഓണാക്കിയതാണ്. പോയാലോ? ഇന്നത്തെ ദിവസം കഴിഞ്ഞ് നമുക്ക് ഇനി എവിടെയെങ്കിലും ഒരു സ്റ്റേ എടുക്കാം.
ഞാനിങ്ങനെ ഒരു ഉള്ള സ്ഥലത്തെത്തുമ്പോൾ ഞാൻ വിചാരിക്കും ഭയങ്കര ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്, ഒരു ഉള്ളേരിയ, ഒരു ഗ്രാമപ്രദേശമാണ്. എന്നിട്ട് അങ്ങനെ ഒരു ഫീല് കിട്ടുമ്പോണ്ടാവതേ ഈ ഷോപ്പ് അവിടെ, ഇൻഡോമാർട്ട്. എല്ലാ മുക്കിലും മൂലയിലും വരെ അവന്മാരെങ്ങനെ അത് തുറക്കുന്നത്, സെയിൽ നടക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിലെല്ലായിടത്തും ഉണ്ട് അവർ. ഞാനിപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ പോലെ ആയിട്ടുണ്ടല്ലേ, ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കണം അവരെ, അതിൽ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യണോ. അപ്പോൾ നാളെ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചു. സെക്കുംപുൽ എന്നുള്ള ഒരു വാട്ടർഫോൾ ഉണ്ട്, അവിടേക്കാണ് ഞാൻ നാളെ പോകാൻ വിചാരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു താമൻദാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലോ റിസോർട്ട് എന്താണെന്ന് അറിയില്ല, പക്ഷെ ഇവിടുത്തെ ഹോട്ടലുകളൊക്കെ റിസോർട്ട് പോലെ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 42 മിനിറ്റ് അല്ലെങ്കിൽ 17 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട്. ഫുള്ള് വളഞ്ഞു കുളഞ്ഞ റോഡാണ്. അപ്പോൾ ചിലപ്പോൾ 42 അല്ല, അതിലും കൂടുതൽ സമയം എടുക്കാനും സാധ്യതയുണ്ട്. അങ്ങോട്ട് പോവാം. ഏതൊക്കെയോ വളഞ്ഞു കുളഞ്ഞ ചെറിയ വഴികളിലൂടെ നമ്മൾ പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നതിൽ എല്ലാവരും കംഫർട്ടബിൾ ആയിരിക്കില്ല. ചില ആൾക്കാരെങ്കിലും എന്നോട് ചോദിക്കില്ല എങ്ങനെയാണ് അതിന് ധൈര്യം കിട്ടുന്നത്. ഇതിനങ്ങനെ ഭയങ്കര ധൈര്യത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത്ര ദിവസത്തെ ബാലിയിലെ സഹവാസം കൊണ്ട് എനിക്ക് ബാലി ഭയങ്കര സേഫാന്നുള്ള ഒരു ഫീല് വന്നിട്ടുണ്ട്. കാരണം എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി, എവിടെയും ഒരു ബാഡായിട്ടുള്ള ഒരു ചെറിയൊരു സംഭവം പോലും ഉണ്ടായില്ല. എല്ലാ സ്ഥലത്തും എല്ലാവരും ഫ്രണ്ട്ലി. പിന്നെ എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട്, വണ്ടിയിൽ ഫ്യൂവലുണ്ട്. ഈ വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റുകളൊന്നും എനിക്ക് തോന്നുന്നില്ല, അതായത് റിലയബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതും ഒരു ധൈര്യമാണല്ലോ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഒന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ കുടുങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിച്ച് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാം. പിന്നെ ബാലീൻ്റെ എല്ലാ മുക്കിലും മൂലയിലും നെറ്റ്വർക്ക് ഉണ്ട്, എല്ലാ സ്ഥലത്തും നെറ്റ്വർക്ക് കവറേജ് ഉണ്ട്. ഞാൻ ഇതുവരെ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപൂർവമാണ്. ചില ഏരിയകളിൽ കുറച്ച് നേരത്തെയൊക്കെ റേഞ്ച് പോകാമെന്നല്ലാതെ അപൂർവമായിട്ട് റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങൾ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ബാലി ഈസ് റിയലി നൈസ്. ഞാൻ ഇനിയും ബാലിയിലേക്കൊരു വലിയ പ്ലാന്, അല്ലെങ്കിൽ 1-2 മാസത്തോ അല്ലെങ്കിൽ 6 മാസത്തെയോ അങ്ങനെയൊക്കെ ഒരു പ്ലാനുമായിട്ട് ബാലി വരണമെന്ന് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. നോക്കാം നമുക്ക് നടക്കുമോ. യെസ്, ഇതാണ്, ദിസ് ഇസ് ഇറ്റ്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. വണ്ടി ഞാനവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. $1900 റൂമാണിത്. നമ്മുടെ ബെഡ്റൂം വേറെ തന്നെ ഒരു റൂമായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗസ്റ്റ് റൂമുണ്ട്, ഒരു ബാത്റൂമുണ്ട്, ചെറിയൊരു ബാത്റൂം. പിന്നെ ബെഡ്റൂം. 1900 രൂപയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ്. വെരി അഫോർഡബിൾ അല്ലേ. അപ്പോൾ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയൊന്നുമില്ല, ഞാൻ പോയി ഡിന്നർ കഴിച്ചിട്ട് കുറച്ച് എഡിറ്റിംഗ് വർക്കുകളുണ്ട്, അതും തീർത്തിട്ട് ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ നാളത്തെ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ. മുതലേ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.